ഷെട്ടി BA ഒക്കെ പാസ്സായിട്ട് വന്ന അയാൾക്ക് ഇത്തിരി മലയാളം കൂടെ അറിയാം. അങ്ങനെ ആ സമാജം ഷെട്ടി വന്ന് കൊണ്ടുപോയി എന്നെ കൂടെയാണ് ബൈന്ദറിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ടോ അവിടെ ചെന്ന് ഹോട്ടലിൽ കയറി? ഇല്ല, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ കൂടെ വന്നു. ആദ്യമായിട്ട് ട്രെയിൻ പിടിച്ചിട്ട് ബൈന്ദർ എന്നുള്ള സ്ഥലം ഒരു കാടി മീൻസ് ഈ വേസ്റ്റൊക്കെ അടിയുന്ന സ്ഥലമാണ്, കടൽ തീരത്തിൻ്റെ സ്ഥലം. ഭയങ്കര സ്മെല്ലാണ്. അവിടെ പോകുമ്പോൾ അവിടുത്തെ ഉപ്പ് വെള്ളം, കിണറ്റിലെ വെള്ളമേ ഉള്ളൂ. അവിടെ അന്ന് ഫിൽട്രേഷൻ ഒന്നല്ല, ബോംബെയുടെ വെളിയിലാണ് ഈ ബൈന്ദർ. കാളവണ്ടിയിൽ കയറി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കൊണ്ടുപോയി. ഇൻഡസ്ട്രിയൽ ഏരിയയാണ് രാജേഷ് റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര്. അതിലാണ് ആദ്യമായിട്ട് എന്നെ പണി ഇതൊക്കെ ഹോട്ടലിൻ്റെ സാധനങ്ങൾ എടുത്തു കൊടുക്കുക ചെയ്യുക. അന്ന് പേഴ്സണലായിട്ട് എന്നെ പിന്നെ വേറെ ഒന്നും വിട്ടില്ല. അവർ താമസം തരും? താമസമുണ്ട്. പിന്നെ അവിടെ അതിൻ്റെ മേളിലായിരിക്കും ഒരുപാട്. എങ്ങനെയായിരിക്കും താമസം? ഒത്തിരി പേരുണ്ടോ? ഇല്ല, അതിനകത്ത് റൂമുണ്ട്. അതിനകത്ത് 5-6 പേരേ ഉണ്ടായിരുന്നു. അതിൽ ചിലർ 1-2 പേര് അവിടുത്തെ തന്നെ ലോക്കലൊക്കെ പോയിട്ട് വരുമായിരുന്നു. അന്ന് നമ്മളെ ഇടുന്ന ഉസൽപ്പാവ്, പൊട്ടോട്ടോ വട, വടാപ്പാവ്, അവരുടേതായിട്ടുള്ള ഉത്തപ്പ, ഇഡ്ഡലിയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ആദ്യത്തെ തുടക്കമായിരുന്നു. അപ്പം നമുക്ക് 5-6 പേര് താമസിക്കേണ്ട ഒരു മുറിയിൽ, പക്ഷേ ഭക്ഷണം കിട്ടും. ഭക്ഷണം കൊണ്ട് താമസം നല്ല. പിന്നെ എങ്ങനെയാണ് ശമ്പളം തരാൻ കിട്ടുമായിരുന്നു? അന്ന് എത്ര ശമ്പളം? ശമ്പളം ഒരു 10-15 രൂപ എന്തായിരിക്കും മാസം. അതൊക്കെ ഉള്ളു. അങ്ങനെ ഞാൻ കുറേ അടുത്തൊക്കെ വർക്ക് ചെയ്തു. 2 വർഷം കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു കോൺടാക്ട് വീട്ടിലില്ല. പിന്നീട് ഞാൻ അവിടെ നിന്ന് എഴുതി രാജേഷ് റിഫ്രഷ്മെൻ്റ് എന്ന പേരിൽ എഴുതി. അമ്മ ഇതൊരു കമ്പനിയാണ്, പക്ഷേ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ ഹോട്ടൽ എന്ന് പറഞ്ഞ് ഭയങ്കര ഇൻസൾട്ടാണ്. ഇവിടെ വന്നാൽ പിന്നെ എല്ലാ അമ്മയ്ക്കും നമുക്കും അല്ല അടുത്തുള്ളവർ പറയും നിൻ്റെ മുമ്പ് അവിടെ ഹോട്ടലിലാണ് ജോലി ചെയ്യണേ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അമ്മയ്ക്ക് ഇൻസൾട്ടാണ്. അതുതന്നെ റിഫ്രഷ്മെൻറ്റ് ഇതാണെന്ന് പറഞ്ഞ് എഴുതി. അങ്ങനെയാണ് പിന്നെ അമ്മയായിട്ട് കോൺടാക്ട് ചെയ്യണതൊക്കെ. അത് കഴിഞ്ഞ് പലയിടത്തും അവിടെ നിന്നൊക്കെ മാറി ഞാൻ പണി പഠിച്ച് പിന്നെ വേറെ അടുത്തൊക്കെ മാറിയൊക്കെ പോയി. 2 വർഷം കഴിഞ്ഞാൽ വന്നു. 2 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു.